ചെയ്തു എന്ന് വെച്ച് അയാളെ ബഹിഷ്കരിക്കണമെന്ന് ഇന്ന് വരെ ഒരു സമൂഹവും പറഞ്ഞിട്ടില്ല. കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റവാളിയാകും. അതിനൊപ്പം തന്നെ അയാൾ ഒരു മനുഷ്യജീവി കൂടിയാണ് എന്നത് ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറ്റം ചെയ്തവരെ കാണുമ്പോൾ മിണ്ടരുത് എന്നോ കാണാതെ പോകണമെന്നോ ആരും എവിടെയും പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കാണുമ്പോൾ UDFകാരെല്ലാം വഴിമാറി നടക്കണം. അതാണിപ്പോൾ സമൂഹം കൽപ്പിച്ചു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിചിത്രമായ മനോഭാവത്തിന്റെ ചില പുഴുക്കുത്തുകൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായി. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള സെൽഫി പോസ്റ്റ് ചെയ്ത നിയുക്ത MLA PK ഫിറോസിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നത് കൂട്ട വിമർശനങ്ങളായിരുന്നു. വഞ്ചിയൂർ കോടതിയിലെ രാഷ്ട്രീയ കേസിൽ ഹാജരാകാൻ എത്തിയപ്പോൾ എടുത്ത ചിത്രമാണ് ഫിറോസ് പങ്കുവച്ചത്. ബലാത്സംഗ കേസിൽ പ്രതിയായി കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ നിർത്തി വെളുപ്പിച്ചെടുക്കുകയാണ് എന്നതടക്കമുള്ള കമന്റുകൾ പോസ്റ്റിന് താഴെ നിരനിരയായിട്ട് കാണാം. പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിലുള്ള കേസിന് വഞ്ചിയൂർ കോടതിയിൽ ഹാജരാവുകയായിരുന്നു അവർ. പ്രിയ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിഷ്ണു മോഹൻ, ഉല്ലാസ് കോവൂർ, ഫാത്തിമ തെഹ്ലിയ ഉൾപ്പെടെ UDFന്റെ സഹപ്രവർത്തകരും കേസിലെ പ്രതികളാണ്. ഇവരെല്ലാം ഉൾപ്പെട്ട സെൽഫിയായിരുന്നു ഫിറോസ് പങ്കുവച്ചത്. സംസ്ഥാനത്തുടനീളം ഇക്കഴിഞ്ഞ 10 വർഷക്കാലമായി കേസിലകപ്പെട്ട ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് കള്ളക്കേസുകളിൽ നിന്നുമുള്ള മോചനം കൂടിയായിരിക്കും കേരളത്തിന്റെ ഭരണമാറ്റം എന്നായിരുന്നു ചിത്രത്തിനൊപ്പമുള്ള PK ഫിറോസിന്റെ ക്യാപ്ഷനുകൾ. 3 ബലാത്സംഗ ഗർഭചിത്ര കേസ് പ്രതിയും ഒന്നിച്ച് സെൽഫി. ഭരണത്തിലെത്തിയാലുടൻ കേസുകളിൽ നിന്നും കോടതി കുറ്റവിമുക്തനാക്കുമോ? തൊലിക്കെട്ടി സമ്മതിക്കണം. ഇനി വിശുദ്ധൻ ആയി പ്രഖ്യാപിക്കുമോ? ഇതിനാണോ സ്ത്രീകൾ UDFന് വോട്ട് ചെയ്തത്? കള്ളക്കേസ് എന്ന് പറയുമ്പോൾ രാഹുലിന്റെ കേസും ഇല്ലാതാകുമോ? മാക്സിമം വെളുപ്പിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാമായിരുന്നു ഈ ഫോട്ടോയുടെ താഴെ വന്ന കമന്റുകൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ CPMന്റെ എത്ര മന്ത്രിമാരെ MLAമാരും പുണ്യാളന്മാരാണ് എന്ന് ആത്മപരിശോധന നടത്തേണ്ടി വരും. 5 കൊല്ലം MLA ആയിട്ട് നിയമസഭയിൽ ഇരുന്ന മുകേഷും മന്ത്രിയായിട്ട് വിലസിയ ഗണേഷ് കുമാറും ഇത്തരത്തിൽ ലൈംഗിക ആരോപണ കേസിൽ നേരിട്ടവരാണ്. അവരെ ഈ സമൂഹം മാറ്റി നിർത്തിയോ? ഇല്ലല്ലോ. അപ്പോ ഇത് പക മാത്രമാണ്. തനിക്കെതിരെ നാവ് ഉയർത്തിയിരുന്ന ഒറ്റ കാരണം കൊണ്ട് പിണറായി വേട്ടയാടുന്ന കൊടിയ പക. ഫിറോസിനെ കണ്ട നിമിഷത്തെ അതിമനോഹരമായിട്ടായിരുന്നു രാഹുലും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആ വീഡിയോ കൂടി ചേർക്കുന്നു, കാണാം.